Assalamu alaikum. Good morning, my dear students. Welcome back to our English class. In the last class, we started a speech by Dr. APJ Abdul Kalam. I will fly. Okay. Then today we are continue that speech. Take page number 16. Page number 16. Okay, then what happened is one teenager who asked a question to our APJ അബ്ദുൽ കലാം. നമ്മുടെ APJ അബ്ദുൽ കലാമിനോട് ഒരു കുട്ടി സംശയം ചോദിച്ചു അല്ലേ? എന്തായിരുന്നു അവൻ്റെ സംശയം? Sir, I don't know what I should ask. I am nervous. I have not asked any question in my class. I need to have confidence, but I have not gained any confidence through my education during all these years. I am afraid to talk to my teachers. I am afraid to talk to my friends. Whenever I talk, I compare myself with other students and their elegant dress. Then here doubt is, please tell me, I want to become a marine engineer. I want to travel in a ship. I want to be the captain of the ship. I want to build the engine of the ship. Shall I be able to do all this, sir? How can I achieve this mission? What should I do? This was the question by the boy. And the whole audience, entire audience and the dignitaries, including the chief minister, were looking at APJ Abdul Kalam for what? To know the answer. To know the answer. അപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ ആൻസർ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും അദ്ദേഹത്തെ തന്നെ ഉറ്റുനോക്കി. I thought of it and breaking the silence. There was a silence. അവിടെ എന്തായിരുന്നു? ഒരു വലിയ സൈലൻസ് തന്നെതായിരുന്നു. എന്തായിരിക്കും ഇതിന് ഉത്തരം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് ഐ ബ്രേക്കിംഗ് ദ സൈലൻസ്. ആ സൈലൻസ് ഞാൻ ബ്രേക്ക് ചെയ്തു. ഐ സെഡ്, മൈ ഡിയർ ഫ്രണ്ട്, യു ഹാവ് പുട്ട് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അമംഗ് ദ മെനി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് ഹും ഐ ഹാവ് മെറ്റ്. മൈ ഡിയർ ഫ്രണ്ട്, എൻ്റെ പ്രിയ സുഹൃത്തേ, യു ഹാവ് പുട്ട് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നീ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എമംഗ് ദ മെനി ക്വസ്റ്റ്യൻസ്, എല്ലാ ചോദ്യത്തിനും ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ്, ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച്, ഞാൻ ഇതുവരെ റിസീവ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഉള്ള ക്വസ്റ്റ്യൻസിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ക്വസ്റ്റ്യനാണ് നീ ചോദിച്ചിട്ടുള്ളത്. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് ഹു ഐ ഹാവ് മെറ്റ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് മില്യൺസ് ഓഫ് മില്യൺസ് സ്റ്റുഡൻസ്, അത്രയും കുട്ടികൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോദ്യമാണ് നീ എന്നോട് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ, ഞാൻ നിൻ്റെ ക്വസ്റ്റ്യനെ വാല്യൂ ചെയ്യുന്നു, വാല്യൂ കൊടുക്കുന്നു. ഐ നോ യു ആർ എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി. ഐ നോ, എനിക്കറിയാം. യു ആർ എക്കോയിങ്, നീ എന്താണെന്ന്, എക്കോ എന്ന് പറഞ്ഞാൽ പ്രതിധ്വനി. ദ ഫിയർ ഓഫ് മെനി, ഒരുപാട് പേടിയെ കൂട്ടുപിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പേടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുടെ സ്വരമാണ് നിന്നിലൂടെ ഞാൻ കേട്ടത് എന്ന് എനിക്കറിയാം. അപ്പോൾ നിന്നെപ്പോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്, ചോദിക്കാൻ പേടി, മറ്റുള്ളവരോട് സംസാരിക്കാൻ പേടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുടെ ഒരു മനസ്സിലുള്ള ചോദ്യമാണ് നീ എന്നോട് ചോദിച്ചിട്ടുള്ളത്. ലെറ്റ് മീ, എന്നെ അനുവദിക്കൂ. റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ ആൻഷ്യൻ പോയം, ഒരു മനോഹരമായിട്ടുള്ള പഴയ ഒരു പോയം റിസൈറ്റ് ചെയ്യാൻ എന്നെ അനുവദിക്കൂ. നെയ്മഡ് ഐ വിൽ ഫ്ലൈ. വാട്ട്സ് ദ നെയിം ഓഫ് ദാറ്റ് പോയം? ഐ വിൽ ഫ്ലൈ. I am born with potential. I am born with goodness and trust. I am born with ideas and dreams. I am born with greatness. I am born with confidence. I am born with wings. So I am not meant for crawling. I have wings. I will fly. I will fly and fly. What is the meaning? I am born with potential. Potential means abilities. ഞാൻ
കഴിവുകളോട് കൂടിയാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ഞാൻ കഴിവുകളോട് കൂടിയാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ്. അതുപോലെ നന്മ, ഗുഡ്നെസ് മീൻസ് നന്മ. ആൻഡ് ട്രസ്റ്റ്, വിശ്വാസം. എന്നിൽ എന്തുണ്ട്? നന്മയുണ്ട്, എന്നിൽ വിശ്വാസമുണ്ട്. ഞാൻ വിശ്വാസമുള്ളവനായിട്ടും നന്മയുള്ളവനായിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. കഴിവുള്ളവനായിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അതുപോലെ ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ് ഉള്ളവനായിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. പിന്നെയോ ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഞാൻ ജനിച്ചത് ആശയങ്ങൾ കൊണ്ടും സ്വപ്നങ്ങൾ കൊണ്ടുമാണ്. അപ്പം ഞാൻ ജനിക്കുമ്പോൾ എന്നിൽ ഇതൊക്കെ ഉണ്ട്. പൊട്ടൻഷ്യൽ ഉണ്ട്, ഗുഡ്നെസ് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്. പിന്നെയോ ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഞാൻ മഹാനായിട്ടാണ്, ഒരു മഹത് വ്യക്തിയാണ്, മഹത്വമുള്ളവനായിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്. പിന്നെയോ ഞാൻ നല്ല കോൺഫിഡൻസോട് കൂടിയാണ്, നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. ചിറകുകളോട് കൂടിയാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. സോ ഐ ആം നോട്ട് മീൻ ഫോർ ക്രൗളിങ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ക്രൗളിങ് ഇഴയേണ്ട ആവശ്യമില്ല. എവിടെ? ഞാൻ ഒരിക്കലും ഇഴഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഗുഡ്നെസ്, ട്രസ്റ്റ്, ഐഡിയാസ്, ഡ്രീംസ് ആൻഡ് ഗ്രേറ്റ്നെസ് ആൻഡ് കോൺഫിഡൻസ് ആൻഡ് ആൾസോ വിത്ത് വിങ്സ്. ഇതൊക്കെയുള്ള ഒരു ഇതൊക്കെ നാം ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒരിക്കലും ഫോർ ക്രൗളിങ്. ഐ ഹാവ് വിങ്സ്. എനിക്ക് വിങ്സിൻ്റെ ചിറകുകളുണ്ട്. സോ ഐ വിൽ ഫ്ലൈ. ഞാൻ പറക്കും. ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഞാൻ പറക്കുമെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ആരെയും? നമ്മുടെ APJ അബ്ദുൽ കലാം ഈ ഒരു പോയത്തിലൂടെ. യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂട്ടുകാർ. യങ് ഫ്രണ്ട്സ് ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ. ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു. എന്നെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ അനുവദിക്കൂ. ഹൗ യു ക്യാൻ ബി യുണീക്ക്. എങ്ങനെയാണ് നിങ്ങൾ അതുല്യരാവുന്നത്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവുന്നത്? അതുല്യർ. യുണീക്ക് മീൻസ് അതുല്യർ. എങ്ങനെ നിങ്ങൾക്ക് യുണീക്ക് ആവാം? നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അതുല്യരാവാം അല്ലെങ്കിൽ വ്യത്യസ്തനാവാം? ഐ ഹാവ് സോ ഫാർ മെറ്റ് 15 മില്യൺ യൂത്ത് ഇൻ എ ഡിക്കേഡ് ടൈംസ്. ഏകദേശം 15 മില്യൺ യൂത്തിനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇൻ എ ഡിക്കേഡ്സ് ടൈം. ഐ ലേൺഡ്. ഞാൻ പഠിച്ചു. എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? യുണീക്ക് ആവണമെന്നാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? യുണീക്ക്. ദാറ്റ് ഈസ് യു. നീയും ആഗ്രഹിക്കുന്നത് എന്താണ്? യുണീക്ക് ആവാനാണ്, അല്ലേ? ബട്ട് ദ വേൾഡ് ഓൾ അറൗണ്ട് യു. പക്ഷെ നിൻ്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ലോകം എന്ന് പറയുന്നത് ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ്. നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ലോകം ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും. ടു മേക്ക് യു ജസ്റ്റ് എവരിബഡി എൽസ്. എന്നിട്ട് നിങ്ങളോട് പറയുന്നത് എന്താണ്? ടു മേക്ക് യു ജസ്റ്റ് എവരിബഡി എൽസ്. ആരെങ്കിലും പോലെ ആവാനാണ് നിങ്ങളോട് പറയുന്നത്. ആരെങ്കിലും പോലെ ആവാൻ. നിങ്ങൾ അവനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവനെപ്പോലെ ആവുക, ഇവനെപ്പോലെ ആവുക. നീ ആവുക എന്നാരും പറയുന്നില്ല. അതാണ് പറയേണ്ടത്. നീ ആവാനാണ് ശ്രമിക്കേണ്ടത്. നീ മറ്റുള്ളവരെ പോലെ ആവാനല്ല ശ്രമിക്കേണ്ടത് എന്നാണ് ആര് പറയുന്നത്? APJ അബ്ദുൽ കലാം പറയുന്നത്. എവരിബഡി ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും, ഡിയർ യങ് ഫെല്ലോസ്, നിങ്ങളുടെ കൂട്ടുകാർക്കിടയിലാണെങ്കിലും, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പാരൻസ്. നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് പറയുന്നത് എന്താണ്? ടു ബി ലൈക്ക് ദ നൈബേഴ്സ് ചിൽഡ്രൻ. അയൽപക്കത്തുള്ള കുട്ടികളെ കണ്ടുപഠിക്കൂ. ഫോർ സ്കോറിങ് ഗുഡ് മാർക്സ്. അവനെപ്പോലെ നല്ല മാർക്ക്. ആ വീട്ടിലെ കുട്ടീനെ കണ്ടോ? നീ അവനെപ്പോലെ നല്ല പഠിക്കുക, അവനെപ്പോലെ മാർക്ക് വാങ്ങുക. ഇങ്ങനെയാണ് വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യുന്നത്? നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ വെൻ യു ഗോ ടു സ്കൂൾ. ഇനി നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴോ? അപ്പോഴെന്താ പറയുന്നത്? യുവർ ടീച്ചർ സേസ്. നിങ്ങളുടെ ടീച്ചർ പറയുന്നു. And your teacher says, why don't you become like the first 5 rankers in the class? ഇനി ടീച്ചർ എന്താ നിങ്ങളോട് പറയുന്നത്? വൈ ഡോണ്ട് യു ബിക്കം. നിനക്ക് എന്തുകൊണ്ടായിക്കൂടാ ലൈക്ക് ദ ഫസ്റ്റ് 5 rankers in the class. ക്ലാസ്സിലുള്ള 5 റാങ്കിലുള്ള കുട്ടികളെ പോലെ നിനക്ക് ആയിക്കൂടെ എന്നുള്ള ചോദ്യമാണ് ആരും ചോദിക്കുന്നത്? ടീച്ചറും ചോദിക്കുന്നത്. whenever you go. എവിടെ പോവുകയാണെങ്കിലും പീപ്പിൾ സേ. ആളുകൾ പറയുന്നു. യു ഹാവ് ടു ബി സംബഡി എൽസ്. നിങ്ങൾ ആരെങ്കിലും പോലെ ആവണം എന്ന് പറയുന്നു. യു ഹാവ് ടു ബി സംബഡി എൽസ് ഓർ എവരിബഡി എൽസ്. നൗ ഡിയർ യങ് ഫ്രണ്ട്സ്.
ശ്രദ്ധിക്കൂ. ഡിയർ യങ് ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹൗ മെനി ഓഫ് യു വുഡ് ലൈക്ക് ടു ബി യുണീക്ക് യുവർ സെൽഫ്? നിങ്ങളിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ടു ബി യുണീക്ക് യുവർ സെൽഫ്? നിങ്ങളായിത്തീരാൻ നിങ്ങളിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹൗ മെനി ഓഫ് യു വുഡ് യു ലൈക്ക് ടു ബി യുണീക്ക് യുവർ സെൽഫ്? സോ യു ട്രൈ ടു ബി yourself, to be unique yourself. നിങ്ങളായിത്തീരാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആയിത്തീരാനല്ല ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടർമാരുണ്ടാവും, എൻജിനീയർമാരുണ്ടാവും. ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആവാനോ ഒന്ന്, അതിനേക്കാൾ കൂടുതൽ നിങ്ങളിൽ എന്തൊക്കെയാണോ കഴിവുകളുള്ളത് ആ കഴിവുകളെ ഉണർത്തിക്കൊണ്ടുവന്ന് നിങ്ങളായിട്ട് മാറണമെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ APJ അബ്ദുൽ കലാം പറയുന്നത്. The challenge, വെല്ലുവിളികൾ, my dear young friends, is that you have to fight the hardest battle which any human being can ever imagine. The challenge, വെല്ലുവിളി, my dear young friends, is that you have to fight. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഫൈറ്റ് തന്നെ ചെയ്യേണ്ടി വരും. ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടി വരും. The hardest battle, ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള യുദ്ധം, വിച്ച് എനി ഹ്യൂമൻ ബീയിങ് ക്യാൻ എവർ ഇമാജിൻ. യുദ്ധം തന്നെ നടത്തേണ്ടി വരും. നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത അത്രയും ഹാർഡായിട്ടുള്ള ഫൈറ്റ് തന്നെ നിങ്ങൾ നടത്തേണ്ടി വരും. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്? നോട്ട് സ്റ്റോപ്പ് ഫൈറ്റിംഗ്. ആ ഫൈറ്റിംഗ് നിർത്തരുത്. അണ്ടിൽ, ഏതുവരെ? യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റിൻഡ് പ്ലേസ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിപ്പെടുന്നത് വരെ, നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തുന്നത് വരെ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ആ ഫൈറ്റ് നിർത്താൻ പാടില്ല. നിങ്ങളുടെ ഫൈറ്റ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ്, അങ്ങനെയാണെങ്കിൽ എ യുണീക്ക് യു. അവിടെ ആരുണ്ടാകുന്നു? എ യുണീക്ക് യു, അതുല്യനായ ഒരു നീ ഉണ്ടാകുന്നു. അപ്പോൾ അതുല്യനായ ഒരു നീ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? Dear students, dear friends, you fight to the hardest battle which any human being can ever imagine. ആർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. And never stop fighting until you arrive at your destined place. That is a unique you. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്പീച്ച് ഇവിടെ അവസാനിച്ചു. ദെൻ ആക്ടിവിറ്റി 1, തിങ്ക് ആൻഡ് റെസ്പോണ്ട്. ആർ യു കോൺഫിഡൻറ്റ് ഇനഫ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഓർ എക്സ്പ്രസ് യുവർ വ്യൂസ് ഇൻ പബ്ലിക്? പബ്ലിക്കിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ ചോദിക്കാനും പറയാനുള്ള കോൺഫിഡൻറ്റ് നിങ്ങൾക്കുണ്ടോ? ഹാവ് യു എവർ ഫെൽറ്റ് ഇൻഫീരിയർ ടു അതേഴ്സ് ഇൻ എനി വേ? ഏതെങ്കിലും സമയത്ത് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇൻഫീരിയർ തോന്നിയിട്ടുണ്ടോ? അതായത് ഉൾവലിയ. ചോദിക്കാൻ നമ്മൾ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് ചോദിക്കാതിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഹൗ ക്യാൻ യു ഓവർകം യുവർ ഫിയർ ഓർ ഇൻഹിബിഷൻ? എങ്ങനെയാണ് നിങ്ങളുടെ ഫിയർ അല്ലെങ്കിൽ ഇൻഹിബിഷനെ ഓവർകം ചെയ്യുക? Then what is your ambition in life? What is your ambition? നിങ്ങളുടെ അംബിഷൻ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ? And are you confident that you can fulfill your dream? നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ, നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്ന കോൺഫിഡൻറ്റ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻറ്റ് നിങ്ങൾക്കുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ളൊരു അംബിഷൻ ഉണ്ടാവും, ഇന്നതായിത്തീരണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. കാരണം +1 +2 വിദ്യാർത്ഥികളാണ്, എല്ലാത്തിൻ്റെയും ബേസാണ്. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കേണ്ട ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ടോ? ദെൻ ഹൗ ഡു യു തിങ്ക് യു ക്യാൻ അറ്റൈൻ യുവർ ഗോൾ? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്നാണ് ചോദ്യം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു സ്പീച്ചാണ്. ആക്ടിവിറ്റി 2, സ്പീച്ച്. ഇമാജിൻ ദാറ്റ് യു ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് ക്ലാസ് 10 സ്റ്റുഡൻസ് ബിഫോർ ദെയർ പബ്ലിക് എക്സാമിനേഷൻ.
On the basis of Dr. Kalam's message, prepare a speech to motivate prepare them for the examination. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് ക്ലാസ് 10 സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിലെ കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾക്ക്, അവരെ അഭിസംബോധന ചെയ്തിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെന്ന് ഇമാജിൻ ചെയ്യാം. എപ്പോഴാണ്? ബിഫോർ ദെയർ പബ്ലിക് എക്സാമിനേഷൻ. അവരുടെ പബ്ലിക് എക്സാമിനേഷൻ്റെ മുമ്പ് നിങ്ങൾക്ക് എന്താ അവസരം കിട്ടുന്നു? 10ാം ക്ലാസ്സിലെ കുട്ടികളെ മുന്നിൽ സംസാരിക്കാൻ അവസരം കിട്ടുന്നു. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ? 10ാം ക്ലാസ്സിനെ കുറിച്ച്. 10ാം ക്ലാസ് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് നല്ല റിസൾട്ടൊക്കെ വാങ്ങി +1 വന്നിരിക്കുകയാണല്ലോ അല്ലേ? ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഡോക്ടർ കലാംസ് മെസ്സേജ്, കലാമിൻ്റെ മെസ്സേജ് ബേസ് ചെയ്തിട്ട്, കലാം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ മെസ്സേജ് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രിപ്പയർ എ സ്പീച്ച്, ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുക. ടു മോട്ടിവേറ്റ്, എന്ത് ചെയ്യാനുള്ളതാണ്? കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ. ആൻഡ് പ്രിപ്പയർ ദം ഫോർ ദ എക്സാമിനേഷൻ, അവരെ എക്സാമിനേഷന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പീച്ച് എഴുതി തയ്യാറാക്കുക. സ്പീച്ച് എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് സ്പീച്ച് എഴുതുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് സല്യൂട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ്. അവിടെ പറയണം. അപ്പം 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ നമ്മളെ സ്കൂളിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ? അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? പ്രിൻസിപ്പൾ ഉണ്ടായിരിക്കും, ടീച്ചേഴ്സ് ഉണ്ടാവാം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടാവാം അല്ലേ? ഫ്രണ്ട്സ് മീൻസ് നിങ്ങളുടെ 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്? യെസ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ആൻഡ് മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഫസ്റ്റ് അഭിസംബോധന ചെയ്യണം. അത് നിങ്ങൾ വേറെ ഏത് രീതിയിലും ഉപയോഗിക്കാം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഓണറബിൾ പ്രിൻസിപ്പൾ എന്ന് പറയാം, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ അഭിസംബോധന ചെയ്യാം. എന്നിട്ട് എന്ത് പറയണം? ഐ ഗോട്ട് എ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് വിത്ത് യു, നിങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം തന്നിട്ടുണ്ട്. അതാരാണ്? ടു മൈ ടീച്ചർ. So first of all, I thank to my teacher to give me such a platform to express my views എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ എന്ത് ചെയ്യണം? ഒരു ഇൻട്രൊഡക്ഷനാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയുക. അതിൽ കുട്ടികൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്? ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കലാമിൻ്റെ വേർഡ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ ഉപയോഗിക്കാം. കലാമിൻ്റെ കൊട്ടേഷൻസ് ഉപയോഗിക്കാം. അങ്ങനെയുള്ളത് ഉപയോഗിച്ചിട്ട് അവരോട് സംസാരിക്കാം. ദെൻ ലാസ്റ്റിൽ എന്ത് ചെയ്യണം? കൺക്ലൂഡ് ചെയ്യാണ് വേണ്ടത്. എന്തെങ്കിലും പോയിൻ്റ് പറഞ്ഞിട്ട് സോ യു വിൽ ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്, യു ഡോണ്ട് ഫിയർ യുവർ എക്സാമിനേഷനെ പേടിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം. ഐ വിൽ മൈ ഓൾ പ്രേസ് വിത്ത് യു, എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ് മൈ വേർഡ്സ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? സ്പീച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ ഇതുപോലെയാണ് സ്പീച്ച് എഴുതേണ്ടത്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് ഇമെയിലാണ്. ദെൻ ഇമെയിൽ എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇമെയിൽ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.